ഇനി മറ്റു ചിലർ അതിനെ വിശേഷിപ്പിക്കുന്നത് മറ്റൊരു പേരിലാണ്, ചെകുത്താന്റെ ഓസ്തി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രണ്ട് രാജ്യങ്ങൾക്കിടയിൽ യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ടു. ഒരു രാജ്യം ഭരിക്കുന്നത് ശ്രേഷ്ഠനായ മഹാരാജാവ് തന്നെയായിരുന്നു. എന്നാൽ രണ്ടാമത്തെ രാജ്യം ഭരിച്ചിരുന്നത് ഒരു രാജ്ഞിയായിരുന്നു. രാജ്ഞി ഭരിച്ചിരുന്ന രാജ്യം അതിവേഗം കീഴ്പ്പെടുത്താമെന്ന് രാജാവ് പ്രതീക്ഷിച്ചു. യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ രാജ്ഞി തന്റെ സേവകരെയും രാജസദസ്സും മുഴുവൻ തന്നെ വിളിച്ചു കൂട്ടിയതിനു ശേഷം പറഞ്ഞു, ഇത്തരത്തിലൊരു യുദ്ധം ആരംഭിക്കുമെന്നതിന് വേണ്ടി പോവുകയാണ്. നമുക്ക് യുദ്ധം വിജയിക്കുന്നതിന് വേണ്ടി എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് ചോദിച്ചു. അതിനുവേണ്ടിയിട്ട് രാജ്ഞി ആദ്യം തന്നെ ചെയ്തത് രാജസദസ്സിലുണ്ടായിരുന്ന മന്ത്രിമാരുടെ എല്ലാവരുടെയും അഭിപ്രായം അന്വേഷിക്കുകയാണ് ചെയ്തത്. അവർ ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നു. രാജ്യത്തെ മുഴുവൻ മന്ത്രവാദികളെയും വിളിച്ചു ചേർക്കുക. അങ്ങനെ മന്ത്രവാദികളെ മുഴുവൻ എത്തിച്ചതിന് ശേഷം രാജ്ഞി പറഞ്ഞു, നമ്മുടെ രാജ്യം കൈവിട്ടു പോകാതിരിക്കേണ്ടതിന്, ഈ യുദ്ധം വിജയിപ്പിക്കുന്നതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യുക. അതിന് മന്ത്രവാദികൾ പറഞ്ഞ ഉത്തരം, അതിന് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മളുടെ ദുർമൂർത്തികൾക്ക് പൂജിക്കുന്ന ഭക്ഷണ വസ്തുക്കൾ എതിർ രാജ്യത്തെ രാജാവിനും അതുപോലെ തന്നെ രാജ്യത്തെ ജനങ്ങൾക്കും വിതരണം ചെയ്യുക. അവർ ആ ഭക്ഷണം കഴിക്കുന്നതോടുകൂടി നമുക്ക് യുദ്ധം അതിവേഗം വിജയിക്കുവാൻ സാധിക്കും. രാജ്ഞി പറഞ്ഞു, രാജാവിനത് നൽകുക എന്ന് പറയുന്നത് അത്രത്തോളം പ്രായോഗികമാണെന്നത് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ രാജ്യത്തെ ജനങ്ങളിലേക്ക് ഇത് എത്തിക്കുവാൻ നമുക്കൊരു പക്ഷേ സാധിച്ചേക്കും. അങ്ങനെ ദുർമൂർത്തികൾക്ക് പൂജിച്ച ഭക്ഷണ വസ്തുക്കൾ ആ എതിർ രാജ്യത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമം ഇവിടുന്ന് ആരംഭിച്ചു. യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ അത് ഭക്ഷിക്കുവാനായിട്ടുള്ള ജനങ്ങളെ അവർ തിരഞ്ഞെടുക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തത് വഴി പെട്ടെന്ന് തന്നെ മറ്റു രാജ്യത്ത് ഒരു ആഭ്യന്തര കലഹം പൊട്ടിപ്പുറപ്പെട്ടു. ഈ ഭക്ഷണ വസ്തുക്കൾ കഴിച്ച ജനങ്ങൾക്കിടയിലേക്ക് തന്നെ എന്തെന്നറിയാതെ പെട്ടെന്നൊരു വിപ്ലവം തന്നെ പൊട്ടിപ്പുറപ്പെട്ടു. അങ്ങനെ ആ രാജ്യത്തിലുള്ള ജനങ്ങൾ തന്നെ ജനത്തിനെതിരായി തിരിഞ്ഞ് ആ രാജ്യം മഹാദുരന്തത്തിലേക്ക് വീണുകൂടും. ഈ സമയത്ത് അക്കം പാർത്തിരുന്ന രാജ്ഞിയുടെ സൈന്യം അവിടേക്ക് കടന്നു ചെല്ലുകയും രാജ്യം കീഴ്പ്പെടുത്തുകയും അങ്ങനെ ആ രാജ്യം സ്വന്തമാക്കുകയും ചെയ്തു. ചെറിയ ഒരു ഭക്ഷ്യവസ്തു കൊണ്ട് ഇത്രയും വലിയൊരു രാജ്യം തന്നെ കീഴ്പ്പെടുത്തുവാൻ രാജ്ഞിക്ക് സാധിച്ചു. വെൽക്കം ടു ദ വീഡിയോ. മൈ നെയിം ഇസ് നോയൽ. പറുദീസ. ഓരിയോ ബിസ്ക്കറ്റ് നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു ബിസ്ക്കറ്റ് തന്നെയായിരിക്കും ഓരിയോ ബിസ്ക്കറ്റ്. പരസ്യങ്ങളിലൂടെ ചൂടുപിടിച്ച് നമ്മളിലേക്ക് എത്തിപ്പെട്ട ഓരിയോ ബിസ്ക്കറ്റിന് എന്നാൽ മറ്റൊരു പേര് കൂടിയുണ്ട്, ഡെവിൾസ് കുക്കീസ് അഥവാ ചെകുത്താന്റെ ബിസ്ക്കറ്റ്. ഇനി മറ്റു ചിലർ അതിനെ വിശേഷിപ്പിക്കുന്നത് മറ്റൊരു പേരിലാണ്, ചെകുത്താന്റെ ഓസ്തി. എന്തുകൊണ്ടായിരിക്കാം ഈ ബിസ്ക്കറ്റിന് ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം? അത് മനസ്സിലാക്കണമെങ്കിൽ ആ ബിസ്ക്കറ്റ് ഒന്ന് അടുത്ത് പിടിച്ച് നോക്കിയാൽ തന്നെ മതിയാകും. അതിലടങ്ങിയിരിക്കുന്ന ചിഹ്നങ്ങളും അടയാളങ്ങളും ഒരുപക്ഷെ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ നമ്മളെ ഭയപ്പെടുത്തിയേക്കാം. എന്നാൽ ഈ ചിഹ്നങ്ങൾ എന്തെങ്കിലും മറഞ്ഞിരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ അന്വേഷിച്ചാൽ അത് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് 2013 നടന്ന ഒരു പരീക്ഷണത്തെയും അതിന് പിന്നിൽ പ്രവർത്തിച്ച ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചും നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. 2013 അമേരിക്കയിലെ കണക്റ്റിക്കറ്റ് കോളേജിലെ ഗവേഷണ വിദ്യാർത്ഥികൾ, ന്യൂറോ സയൻസിലെ ഗവേഷണ വിദ്യാർത്ഥികൾ ഒരു പരീക്ഷണം ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചു. അതിനുവേണ്ടി അവർ തിരഞ്ഞെടുത്തത് ആ രാജ്യത്തെ ഏറ്റവും പ്രശസ്തമാർന്ന ഒരു ബിസ്ക്കറ്റിനെയായിരുന്നു. കുറച്ച് വെള്ള എലികൾക്ക് ഈ ബിസ്ക്കറ്റും അതോടൊപ്പം തന്നെ കുറച്ച് റൈസ് കേക്കും നൽകി കുറച്ച് ദിവസത്തേക്ക് അതിനെ പരീക്ഷിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ആദ്യത്തെ ദൗത്യം. തിരഞ്ഞെടുത്ത ഒരു കൂട്ടം എലികൾക്ക് ഈ ക്രീം ബിസ്ക്കറ്റും റൈസ് കേക്കും, അതുകൂടാതെ കുറച്ച് എലികൾക്ക് മോർഫിൻ അതുപോലെ തന്നെ കൊക്കൈൻ തുടങ്ങിയ മയക്കുമരുന്നുകളും നൽകുകയുണ്ടായി. ഇതിന്റെ എല്ലാത്തിനും പുറമെ ഈ പരീക്ഷണങ്ങൾക്കൊടുവിൽ ഈ എലികളുടെ ബ്രെയിൻ പരിശോധിക്കുക എന്നതായിരുന്നു ഇവരുടെ ഉദ്ദേശ ലക്ഷ്യം. ഈ ക്രീം ബിസ്ക്കറ്റ് നൽകിയ എലികളുടെ തലച്ചോറും അതോടൊപ്പം തന്നെ മോർഫൈൻ, കൊക്കൈൻ തുടങ്ങിയ ഡ്രഗ്സ് നൽകിയ എലികളുടെ തലച്ചോറും തമ്മിൽ ഒരു പരിശോധന നടത്തുകയുണ്ടായി. ആ പരിശോധനയ്ക്കൊടുവിൽ അവർ എത്തിച്ചേർന്ന നിഗമനം എന്ന് പറയുന്നത് ഈ എലികളുടെ തലച്ചോറിലുണ്ടാകുന്ന പ്ലഷർ സെന്ററിലെ വേരിയേഷൻ എന്ന് പറയുന്നത് ഈ കൊക്കൈനും മോർഫൈനും കൊടുത്ത എലികളുടെ തലച്ചോറുണ്ടാകുന്ന പ്രഷർ വേരിയേഷനേക്കാൾ കൂടുതലാണ് ഈ ബിസ്ക്കറ്റ്, ക്രീം ബിസ്ക്കറ്റ് കഴിച്ച എലികളുടെ തലച്ചോറുണ്ടാകുന്നത് എന്നുള്ളതാണ്. അതായത് ക്രീം ബിസ്ക്കറ്റ് കഴിച്ച എലികൾ ഏകദേശം അതിന് അഡിക്റ്റ് ആയതുപോലെ പെരുമാറുവാൻ തുടങ്ങി. ക്രീം ബിസ്ക്കറ്റ് നൽകുന്ന എലികൾ വളരെ ആർത്തിയോടെ ആണ് അത് ഭക്ഷിച്ചിരുന്നത്. പ്രത്യേകിച്ച് അതിൻ്റെ നടുഭാഗത്ത് വെച്ചിരുന്ന ക്രീമുകൾ വളരെ ആദ്യം തന്നെ അത് അറ്റാക്ക് ചെയ്ത് കഴിക്കുന്നത് പോലെയാണ് ഗവേഷണ സംഘം കണ്ടെത്തിയത്. ആ ക്രീം ബിസ്ക്കറ്റിന്റെ പേരായിരുന്നു ഓരിയോ ബിസ്ക്കറ്റ്. തലച്ചോറിലെ ന്യൂറോൺസിലുണ്ടാകുന്ന ഇത്തരം പ്ലഷർ വ്യതിയാനങ്ങളെല്ലാം തന്നെയും കൂടുതൽ അഡിക്ഷൻ ഉണ്ടാക്കുന്നതാണ് എന്നുള്ളതാണ് ഈ ഗവേഷണ സംഘം കണ്ടെത്തിയത്. അതായത് കൊക്കൈൻ, മോർഫൈൻ തുടങ്ങിയ ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ അഡിക്ഷനാണ് ഇത്തരത്തിലുള്ള ഈ ഓരിയോ ബിസ്ക്കറ്റ് അഡിക്ഷൻ ഉണ്ടാക്കുന്നത് എന്നതാണ്. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ സ്ഥിരമായി നൽകുകയാണെന്നുണ്ടെങ്കിൽ അവർ പോലും അറിയാതെ അവരിൽ ഉണ്ടാകുന്ന ഇത്തരം അഡിക്ഷൻ, ഇതിനോട് കാണിക്കുന്ന അമിതമായ താല്പര്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും.
ഓരിയോ ബിസ്ക്കറ്റിന്റെ ഉള്ളിലെ രഹസ്യങ്ങൾ അറിയുന്നതിന് മുമ്പ് അതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ചിഹ്നങ്ങൾക്കും അടയാളങ്ങൾക്കും എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടോ എന്നൊക്കെ അറിയുന്നതിന് മുമ്പ് ഇതിന്റെ ചരിത്രം, ഈ ഓരിയോ ബിസ്ക്കറ്റ് എവിടെ നിന്നാണ് യാത്ര ആരംഭിച്ചത് എന്നുള്ളത് നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. അമേരിക്കയിലെ മിസോറി എന്ന സ്ഥലത്തെ 2 സഹോദരങ്ങളായിരുന്നു ലൂസ് ബ്രദേഴ്സ് എന്നറിയപ്പെടുന്ന ജേക്കബ് ലൂസും ജോസഫ് ലൂസും. അവർ ഒരുമിച്ചൊരു ബേക്കറി നടത്തി പോരുകയായിരുന്നു. കുറച്ച് നാളുകളുടെ ഇടവേളയ്ക്ക് ശേഷം മൂത്ത സഹോദരനായ ജേക്കബ് പെട്ടെന്നൊരു അസുഖബാധിതനായി. എത്ര ചികിത്സിച്ചിട്ടും മാറ്റം ഉണ്ടാകാതിരുന്ന ഈ അസുഖത്തെ തുടർന്ന് ജേക്കബ് യൂറോപ്പിലേക്ക് യാത്ര ചെയ്യുവാൻ തീരുമാനിച്ചു. അങ്ങനെ ആ യാത്ര എത്തിച്ചേർന്നത് യൂറോപ്പിലെ ഏറ്റവും വലിയ ഒരു ഹോസ്പിറ്റലിലേക്കാണ്. അവിടെ വന്ന് തന്റെ ചികിത്സ മുഴുവൻ ആരംഭിച്ച് പൂർണ്ണമായും തന്റെ ആരോഗ്യം വീണ്ടെടുത്തതിന് ശേഷം അമേരിക്കയിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ ജേക്കബ് കാണുന്ന തന്റെ സഹോദരൻ ജോസഫ് പടുത്തുയർത്തിയ വലിയ ഒരു ബിസിനസ് സാമ്രാജ്യത്തെയാണ്. തന്റെ മൂത്ത സഹോദരനായ ജേക്കബ് യൂറോപ്പിലേക്ക് പോയതിനെ തുടർന്ന് ജോസഫ് കൂടുതൽ സമയവും ചെലവഴിച്ചത് എങ്ങനെ ഒരു ബിസ്ക്കറ്റ് ബിസിനസ് ആരംഭിക്കാം എന്നതിനെ കുറിച്ചുള്ള ചിന്തയിലായിരുന്നു. അങ്ങനെയാണ് ജേക്കബ് തിരിച്ചു വരുമ്പോൾ ജോസഫ് ഇത്രയും വലിയൊരു ബിസ്ക്കറ്റ് ബിസിനസ് ആരംഭിച്ചിരിക്കുന്നത്. ജോസഫ് തന്റെ ബിസിനസ് സാമ്രാജ്യത്തിന് പേരിട്ടിരിക്കുന്നത് നാഷണൽ ബിസ്ക്കറ്റ് കമ്പനി എന്നായിരുന്നു. നബിസ്കോ എന്ന പേര് നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ തന്റെ സഹോദരന്റെ ഈ ഒരു ബിസിനസ്സിൽ ഭാഗമാകുവാനോ അതിൽ പങ്കുചേരുവാനോ മൂത്ത സഹോദരനായ ജേക്കബ് തയ്യാറായിരുന്നില്ല. തന്റെ അനുജന്റെ ബിസിനസ് വളർച്ചയിൽ വളരെയധികം അസൂയ ആ മനുഷ്യനെ കീഴ്പ്പെടുത്തിയിരുന്നു. തന്റെ സഹോദരന്റെ ബിസിനസ്സിൽ പങ്കുചേരാതെ മറ്റൊരു പുതിയ ബിസിനസ് എങ്ങനെ ആരംഭിക്കാം എന്നതായിരുന്നു ജേക്കബിന്റെ ചിന്ത. അങ്ങനെ ഏറ്റവും അവസാനം ജേക്കബ് തന്റെ ഒരു പുതിയ ബിസിനസ് സാമ്രാജ്യം അവിടെ ആരംഭിക്കുകയാണ്. ജേക്കബ് വെയിൽസ് കമ്പനി എന്ന പേരിൽ ജേക്കബ് ഒരു പുതിയ ബിസിനസ് ആരംഭിച്ചു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ജേക്കബിന്റെ ഈ ഒരു കമ്പനി വളരെയധികം മുന്നോട്ട് വരികയും ഫേമസ് ആവുകയും ചെയ്യുവാൻ തുടങ്ങി. അങ്ങനെ അമേരിക്കയിലെ ഏറ്റവും വലിയ 2ാമത്തെ കമ്പനിയായി ജേക്കബ് വെയിൽസ് കമ്പനി വളരെയധികം ഫേമസ് ആയി. എന്നാൽ 1ാം സ്ഥാനത്ത് തുടരുന്നത് ഇപ്പോഴും നബിസ്കോ എന്ന് പറയുന്ന നാഷണൽ ബിസ്ക്കറ്റ് കമ്പനി ആയിരുന്നു. എത്രയൊക്കെ പരിശ്രമിച്ചിട്ടും ജേക്കബ് വെയിൽസിന്റെ കമ്പനിക്ക് നബിസ്കോയെ തൊടുവാൻ പോലും കഴിഞ്ഞിരുന്നില്ല. കുറച്ച് നാളുകൾക്ക് ശേഷം, കുറച്ച് വർഷങ്ങൾക്ക് ശേഷം തങ്ങളുടെ അധ്വാനത്തിന്റെ ഫലമായി 1908 ജേക്കബ് വെയിൽസ് കമ്പനി ഒരു പുതിയ പ്രോഡക്റ്റ് പുറത്തിറക്കി. ഹൈഡ്രോക്സ് സാൻഡ്വിച്ച് കുക്കീസ്. അതായത് 2 ചോക്ലേറ്റ് ബിസ്ക്കറ്റുകൾക്കിടയിൽ ക്രീമുകൾ നിറച്ച ഒരു പുതിയ പ്രൊഡക്റ്റ്. സഹോദരനായ ജോസഫിന്റെ നബിസ്കോ എന്ന് പറയുന്ന നാഷണൽ ബിസ്ക്കറ്റ് കമ്പനിക്ക് ഇത് വളരെയധികം ദോഷമാണ് ഉണ്ടാക്കിയത്. പ്രൊഡക്ഷനിലും വിൽപ്പനകളിലുമൊക്കെയും ഈ ഹൈഡ്രോക്സ് സാൻഡ്വിച്ച് വളരെയധികം മുന്നിലെത്തുകയുണ്ടായി. എന്നാൽ 4 വർഷങ്ങൾക്ക് ശേഷം 1912 നബിസ്കോ എന്ന് പറയുന്ന ഈ കമ്പനി പുതിയൊരു സാൻഡ്വിച്ച് കുക്കീസ് പുറത്തിറക്കി. ഗുണത്തിലും മണത്തിലും നിറത്തിലുമെല്ലാം ഹൈഡ്രോക്സിനെ പോലെ തന്നെ ഇരിക്കുന്ന ആ കുക്കിക്ക് അവർ പേരിട്ടിരുന്നത് ഓരിയോ എന്നായിരുന്നു. നബിസ്കോയുടെ പുതിയ പ്രൊഡക്റ്റ് കണ്ട എല്ലാവർക്കും തന്നെ അത് മനസ്സിലായി. ഗുണത്തിലും മണത്തിലും നിറത്തിലും എല്ലാം തന്നെയും ഹൈഡ്രോക്സ് എന്ന് പറയുന്ന ആ കുക്കിയുടെ ആ ഒരു ബിസ്ക്കറ്റിന്റെ എല്ലാത്തരം കോപ്പിയും ചേർത്ത് വെച്ചതായിരുന്നു ഓരിയോ എന്ന് പറയുന്ന ബിസ്ക്കറ്റ് എന്നത്. അതായത് ഹൈഡ്രോക്സിന്റെ അപരൻ എന്ന് തന്നെയായിരുന്നു ആ കാലഘട്ടങ്ങളിൽ മുഴുവനും എല്ലായിടത്തും ഓരിയോ അറിയപ്പെട്ടിരുന്നത്. ഹൈഡ്രോക്സ് എന്ന് പറയുന്ന ബിസ്ക്കറ്റിന് പുറമെ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒരു പൂവിന്റെ ചിഹ്നം നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് ഓരിയോ ഡോഫിനി എന്ന് പറയുന്ന ഒരു പൂവിൽ നിന്നാണ് ഓരിയോ എന്ന വാക്ക് പോലും കോപ്പി എടുത്തിട്ടുള്ളതെന്നുള്ളത് പിൽക്കാലത്ത് ആളുകൾക്കെല്ലാം മനസ്സിലായ ഒരു കാര്യം തന്നെയാണ്. അമേരിക്കയിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ബിസിനസ് കമ്പനി തന്നെയാണ് ഇത്തരം ഒരു ബിസ്ക്കറ്റിനെ പൂർണ്ണമായും കോപ്പി അടിച്ചതെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാകുവാൻ അധികം സമയമൊന്നും വേണ്ടി വന്നിരുന്നില്ല. ഓരിയോയും ഹൈഡ്രോക്സും നമ്മൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു പേര് തന്നെയാണ് ഓരിയോ എന്നത്. എന്നാൽ ഹൈഡ്രോക്സ് എന്ന് പറയുന്ന പേര് നമ്മൾക്ക് എത്ര പേർക്ക് അറിയാം, എത്ര പേർ കണ്ടിട്ടുണ്ടാവും, എത്ര പേർ രുചിച്ചു നോക്കിയിട്ടുണ്ടാവും. എന്നാൽ ഓരിയോ എന്ന് പറയുന്നത് ഹൈഡ്രോക്സ് എന്ന് പറയുന്ന ആ ഒരു ബിസ്ക്കറ്റിന്റെ നേരെ കോപ്പിയായിട്ട് വന്നിട്ടുള്ള ഒരു അപരനാണ്. എന്നാൽ ലോകം മുഴുവനും ഇന്ന് കീഴ്പ്പെടുത്തി ഏകദേശം 100-ലധികം രാജ്യങ്ങളിൽ തൻ്റെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്ന, സാമ്രാജ്യങ്ങൾ മുഴുവൻ കെട്ടി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഓരിയോ ബിസ്ക്കറ്റ് നമുക്ക് വളരെയധികം സുപരിചിതവുമാണ്. അമേരിക്കയിലുള്ള ഒരു മിക്ക ആളുകൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഓരിയോ എന്ന് പറയുന്ന ബിസ്ക്കറ്റ് ഒരു ഹൈഡ്രോക്സ് എന്ന് പറയുന്ന ബിസ്ക്കറ്റിന്റെ നേരെ കോപ്പിയാണ് എന്നുള്ളത്. എന്നിട്ടും ഓരിയോ എന്ന് പറയുന്ന ബിസ്ക്കറ്റ് ഇന്നും ഏറ്റവും ബെസ്റ്റ് കുക്കീസ് എന്ന ലേബലിലാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടായിരിക്കും? ജേക്കബ് വെയിൽസ് കമ്പനി ഹൈഡ്രോക്സ് എന്ന പേര് നൽകുവാൻ കാരണമായിരുന്നത് ഹൈഡ്രജനും ഓക്സിജനും ചേരുമ്പോൾ ലഭിക്കുന്നത് എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, വെള്ളം. ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് കമ്പനികൾ, അതായത് ബിസ്ക്കറ്റ് കമ്പനികൾ രാസപദാർത്ഥങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നു എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയും അത്രയധികം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്തിരുന്ന ഒരു സമയമായിരുന്നതുകൊണ്ട് ജനങ്ങളുടെയൊക്കെ ഏറ്റവും എളുപ്പത്തിൽ എത്തിച്ചേരുവാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള എളുപ്പമാർഗങ്ങളിലൂടെയായിരുന്നു. അതുകൊണ്ട് തന്നെ
ഹൈഡ്രജനും ഓക്സിജനും ചേരുമ്പോൾ ലഭിക്കുന്ന വെള്ളം എന്ന് പറയുന്ന ഈസി ആയിട്ടുള്ള മെത്തേഡ് ആവിഷ്കരിച്ചുകൊണ്ട് ഹൈഡ്രോക്സ് എന്ന പേരാണ് ഈ കമ്പനി സ്വീകരിച്ചത്. എന്നാൽ ഈ കാര്യങ്ങളൊന്നും ഓരിയോയുടെ വളർച്ചയെ തടഞ്ഞു നിർത്തുവാൻ കഴിയുമായിരുന്നില്ല. കാരണം 1912 ഓരിയോ പുറത്തിറങ്ങിയതിനു ശേഷം ഓരോ വർഷം കഴിയുന്തോറും ഓരിയോയുടെ വളർച്ച ക്രമാതീതമായി വർദ്ധിക്കുന്നതാണ് കാണുവാൻ സാധിച്ചത്. ചിലരെങ്കിലും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ഓരിയോ എന്ന് പറയുന്ന ഒരു കമ്പനി ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിന് പിന്നിൽ സാത്താൻ വർഷിപ്പ് പോലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് ഇത്രയധികം കോപ്പി അടിച്ചിട്ടും ഒന്നാം സ്ഥാനത്തേക്ക് നിൽക്കുന്ന വിധത്തിൽ ഇത്രയധികം പോപ്പുലാരിറ്റിയിൽ നിറഞ്ഞു നിൽക്കണം എന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ സാത്താന്റെ പ്രവർത്തനമുണ്ടോ എന്ന് ഇപ്പോഴും സംശയിക്കുന്ന അനേകം വ്യക്തികളുണ്ട്. എന്നാൽ ഈ സ്ഥാനങ്ങളിലേക്ക് കയറി വരുന്നതിന് വേണ്ടി ഓരിയോ എന്ന കമ്പനി സ്വീകരിച്ച മാർഗങ്ങൾ വളരെയധികം ശ്രദ്ധിക്കാവുന്ന ഒന്ന് തന്നെയാണ്. ആദ്യം അവർ ചെയ്തത് എല്ലാ വിധത്തിലുമുള്ള പരസ്യങ്ങളിലും തങ്ങളുടെ ഓരിയോ കുക്കീസിനെ വേണ്ട വിധത്തിൽ മാർക്കറ്റ് ചെയ്യുവാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. പരസ്യങ്ങൾ കൂടുതലായിട്ട് കുട്ടികളെ ഉൾപ്പെടുത്തിയത് വഴി കുട്ടികളുടെ ഇടയിലേക്ക് ഏറ്റവും വേഗത്തിൽ ഓരിയോ എന്ന് പറയുന്ന പേര് എത്തിക്കുവാനായിട്ട് ഓരിയോ എന്ന് പറയുന്ന കമ്പനിക്ക് സാധിച്ചു. അതുകൂടാതെ വ്യത്യസ്തമായ ഫ്ലേവറുകൾ ഏറ്റവും ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത കമ്പനി എന്ന് പറയുന്നതും ഓരിയോ തന്നെയായിരുന്നു. ഹൈഡ്രോക്സിന് ഈ കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഹൈഡ്രോക്സിന്റെ മാർക്കറ്റിംഗ് രീതിയും അഡ്വർടൈസ്മെന്റും അതുകൂടാതെ തന്നെ കുട്ടികളിലേക്ക് ഇത് എത്തിക്കുന്നതിനുള്ള എല്ലാ കാര്യങ്ങളിലും ഹൈഡ്രോക്സ് എന്ന് പറയുന്ന കമ്പനിയിൽ വളരെയധികം വീഴ്ചകൾ സംഭവിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം മുന്നിട്ട് നിന്നതുകൊണ്ട് തന്നെ ഓരിയോ എന്ന് പറയുന്ന ബ്രാൻഡ് കുട്ടികൾക്കിടയിൽ അതിവേഗം പ്രചരിക്കുവാനും ആ ഓരിയോ എന്ന് പറയുന്ന പേര് കുട്ടികൾക്കിടയിൽ വളരെ വേഗം ഇൻജക്ട് ചെയ്യുവാനും ഈ ഓരിയോ എന്ന് പറയുന്ന കമ്പനിക്ക് സാധിച്ചു. ഓരിയോയുടെ ഇത്രയും വർഷത്തെ യാത്രയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ തന്നെയും ഇതിന്റെ ഡിസൈനുകളിലേക്ക് വരുമ്പോഴാണ് നമ്മൾക്ക് കൂടുതൽ സംശയങ്ങൾ തോന്നുവാൻ കാരണമാകുന്ന വിധത്തിൽ പല കാര്യങ്ങളും അവിടെ ഒളിഞ്ഞു കിടക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാവുന്നത്. ഓരിയോ എന്ന് പറയുന്ന ബിസ്ക്കറ്റ് ആദ്യമായി പുറത്തിറങ്ങുമ്പോൾ അത് ഇന്ന് കാണുന്ന വിധത്തിലായിരുന്നില്ല അതിന്റെ ഡിസൈനും അതിന്റെ ഭംഗിയും എല്ലാം തന്നെയും. എന്നാൽ ഈ ബിസ്ക്കറ്റ് ഇപ്പോൾ കാണുന്ന വിധത്തിൽ രൂപകൽപ്പന ചെയ്യുന്നത് വില്യം എ ട്യൂണർ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഓരിയോ ബിസ്ക്കറ്റ് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന ചില കാര്യങ്ങളുണ്ട്. അതിന് പുറത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ചില ചിഹ്നങ്ങൾ. എന്നാൽ ഈ ചിഹ്നങ്ങൾക്ക് ചില എക്സ്പ്ലനേഷൻസ് പുറത്തു വരുന്നത് ഇങ്ങനെയാണ്. അതായത് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒരു കുരിശടയാളത്തോട് കൂടിയിരിക്കുന്ന ചില കാര്യങ്ങളാണ്. എന്നാൽ ഈ കുരിശടയാളത്തിന് പിന്നിൽ പറയുന്ന കാര്യമെന്ന് പറയുന്നത് അത് ക്രോസ് ഓഫ് ലൊറൈൻ എന്നറിയപ്പെടുന്ന ഒരു ചിഹ്നം ആണ് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും നമുക്ക് നബിസ്കോ എന്ന് പറയുന്ന കമ്പനിയുടെ ലോഗോയിൽ തന്നെ ഇത് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ കമ്പനി ഇതിനെക്കുറിച്ച് പറയുന്നത് ഇത് ക്വാളിറ്റിയെയും വിക്ടറിയെയും സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ക്രോസ് ഓഫ് ലൊറൈൻ എന്ന് പറയുന്ന ചിഹ്നമാണ് എന്നുള്ളതാണ്. ഇനി അതിന്റെ തൊട്ട് വശങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 4 ത്രികോണങ്ങൾ ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് അതൊരു കുരിശടയാളം പോലെ തോന്നുമെങ്കിലും അതിനെക്കുറിച്ച് കമ്പനി പറയുന്ന കാര്യമെന്ന് പറയുന്നത് യൂറോപ്യൻ നാടുകൾ പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിലെല്ലാം തന്നെയും ഒരു 4 ഇതളുകളോട് ചേർന്നിട്ടുള്ള പച്ച ഇലകൾ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു പൂവ് പോലെ തോന്നിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിനെക്കുറിച്ച് അവർ പറയുന്നത് അത് ലക്കിന് ഭാഗ്യത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു 4 ലീവ്സ് ഫ്ലവർ എന്ന രീതിയിലാണ് അത് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഈ കാര്യങ്ങളാണ് ഇതിന്റെ ബാക്കിൽ എക്സ്പ്ലനേഷനായിട്ട് ചില കമ്പനികളൊക്കെ പറഞ്ഞു വെക്കുന്ന കാര്യം എന്ന് പറയുന്നത്. എന്നാൽ 2014 ഒരു ജൂയിഷ് യൂസർ റെഡിറ്റ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഓരിയോ ബിസ്ക്കറ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം ചില കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. അത് പ്രത്യേകിച്ച് പറഞ്ഞത് ഒരു ഹാഷ്ടാഗോട് കൂടിയിട്ടായിരുന്നു. ഹാഷ്ടാഗ് ഇങ്ങനെയായിരുന്നു, ബാൻ ഓരിയോ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം നടത്തിയ ചില കാര്യങ്ങളും കണ്ടെത്തിയ ചില ഗവേഷണങ്ങളും നിരീക്ഷണങ്ങളൊക്കെ പങ്കുവെക്കുകയാണ് ചെയ്തത്. അത്തരം കാര്യങ്ങൾ ഈ ബിസ്ക്കറ്റിന് പുറമെ ലഭിച്ചിരിക്കുന്ന ഈ ലോഗോയുടെ പിന്നൊളിച്ചിരിക്കുന്ന ചില രഹസ്യങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചത്. നമുക്കും ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു ബിസ്ക്കറ്റിനെ ഒരു ലോഗോയിൽ അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ പുറത്ത് ഇത്രയും അധികം രഹസ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എന്തിനാണ് ഇത്രയധികം ചിഹ്നങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നത് എന്ന് നമുക്ക് സ്വയം ചിന്തിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ലെവിയാത്തൻ ക്രോസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ ബിസ്ക്കറ്റിന് പുറമേ നൽകിയിരിക്കുന്ന ആ ക്രോസോട് കൂടിയ റൗണ്ട്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിനെക്കുറിച്ച് പറയുന്നത് ലെവിയാത്തൻ ക്രോസ് എന്ന് ആണ് ഇതെന്നുള്ളതാണ്. അതായത് സാത്താൻ വർഷിപ്പിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു ക്രോസ് എന്ന പ്രചാരത്തിലുള്ള ഒരു കുരിശടയാളമാണ് സാത്താനി ക്രോസ് ആയിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു ക്രോസാണ് ലെവിയാത്തൻ ക്രോസ് എന്ന് പറയുന്നത്. ആൽക്കമിസ്റ്റുകളുടെ കാലഘട്ടങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, മൂലകങ്ങൾക്ക് പേരുകൾക്ക് പുറമെ സിംബലുകൾ ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇന്റർനെറ്റിൽ പരിശോധിക്കുകയാണെങ്കിൽ ഈ ലെവിയാത്തൻ ക്രോസിനെ സൂചിപ്പിക്കുന്ന ഒരു മൂലകം എന്ന് പറയുന്നത് ബ്ലാക്ക് സൾഫർ എന്നാണ്.
ബ്ലാക്ക് സൾഫറിനെ എന്ന മൂലകം സാത്താൻ വർഷിപ്പിൽ വളരെയധികം പ്രാധാന്യത്തോടെ ഉപയോഗിക്കുന്ന ഒരു മൂലകമാണ്. സാത്താന്റെ രക്തമെന്നും പിശാചിന്റെ രക്തമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരിത് ഉപയോഗിക്കുന്നത്. ഇനി അതിന്റെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ 4 ത്രികോണങ്ങൾ ചേർത്ത് വെച്ച രീതിയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു സിമ്പൽ അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ 4 സിമ്പലുകൾ ത്രികോണത്തിലെ നിർമ്മിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെയും അതൊരു ക്രോസ് ആണ് എന്ന് പറയുന്നവരും ഉണ്ട്. ഈ ക്രോസിനെ ക്രോസ് ഓഫ് പെറ്റി എന്ന രീതിയിലാണ് ഒരുപാട് വ്യക്തികൾ വിശേഷിപ്പിക്കുന്നത്. നൈറ്റ് ടെംപ്ലേഴ്സ് എന്ന് പറയുന്ന രഹസ്യ സംഘടനയുടെ ഒരു ക്രോസ് എന്ന് നമുക്ക് കേട്ടിട്ടുണ്ട്. അത്തരം ക്രോസും ഈ ഒരു ക്രോസും തമ്മിൽ വളരെയധികം സാമ്യതയുള്ളതായിട്ട് പലരും പറയുന്നുണ്ട്. എന്നാൽ ഈ ക്രോസും അല്ലെങ്കിൽ ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ 4 ത്രികോണങ്ങളാണ്. നിങ്ങൾ ആ ത്രികോണങ്ങൾ എണ്ണം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഏകദേശം 56ഓളം ത്രികോണങ്ങൾ തന്നെ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഓരിയോ എന്ന് പറയുന്ന ലെറ്ററിന് അപ്പുറവും ഇപ്പുറവുമായിട്ട് 2 ത്രികോണങ്ങൾ മാത്രം നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ത്രികോണവും സാത്താൻ വർഷിപ്പുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ, ലെവിയാത്തൻ ക്രോസോട് കൂടി, അതായത് ലെവിയാത്തൻ ക്രോസ് സെൻട്രൈസ് ചെയ്ത് വരികയും ത്രികോണങ്ങൾ സൈഡിലേക്ക് മാറ്റപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത്തരം ത്രികോണങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ചിഹ്നങ്ങൾക്ക് പൈശാചിക ശക്തികളെ സ്വാധീനിക്കുവാനുള്ള കഴിവുണ്ട് എന്നാണ് ചില പഠനങ്ങൾ പറയുന്നത്. അതിന് ഞാൻ നിങ്ങൾക്ക് മുമ്പ് ഈ ഒരു പുസ്തകം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. ഈ പുസ്തകത്തിൽ അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിലിംഗ് പറയുന്നത് ഇപ്രകാരമാണ്. തെമോട്ടാജിക് ട്രയാങ്കിൾ എന്ന പേരിൽ ഈ ട്രയാങ്കിൾ ഉപയോഗിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള പൈശാചിക കർമ്മങ്ങൾ ഇവരനുഷ്ഠിക്കുന്നതെന്നാണ് സാത്താനിക വർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നത്. ഈ ത്രികോണങ്ങൾക്ക് നടുവിലൂടെ കാണുന്നത് ഒരു കുരിശാകൃതിയാണ് എന്നുള്ളത് പലരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നാൽ അതൊരു കുരിശാകൃതിയോട് കൂടിയിട്ടല്ല അത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അതൊരു എക്സ് ആകൃതിയിലാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ആ എക്സിനെ നമുക്ക് പലപ്പോഴും കുരിശായി തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ ഈ എക്സിന് ഇതുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൈശാചിക പ്രവർത്തനങ്ങളുമായി മുന്നിട്ട് നിൽക്കുന്ന ചില കമ്പനികളെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, ഇത്തരം കമ്പനികളെല്ലാം ഈ എക്സുമായിട്ട് വളരെയധികം റിലേറ്റഡ് ആണ് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ എ എന്ന് പറയുന്ന ലെറ്റർ 1ാമത്തെ ലെറ്റർ, ബി എന്ന് പറയുന്നത് 2, സി 3 എന്ന് പോയാൽ എക്സ് എന്ന് പറയുന്ന ലെറ്റർ അവസാനിക്കുന്നത്, അതായത് എക്സ് എന്ന ലെറ്ററിന്റെ സ്ഥാനം എന്ന് പറയുന്നത് 24ാമതാണ്. അതായത് 2+4 എന്ന് പറയുന്നത് 6ൽ അവസാനിക്കും. ഇതുകൊണ്ട് തന്നെയാണ് പല ബ്ലൂ ഫിലിം തുടങ്ങിയിട്ടുള്ള പോൺ സൈറ്റുകൾക്ക് XXX എന്ന രീതിയിലുള്ള ഇതെല്ലാം വരുന്നത്. അതുകൊണ്ട് അതിനെ പ്രതിനിധാനം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 666നെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഇന്റർനെറ്റിൽ ഹോളോഗ്രാം ഓഫ് എ ഫോട്ടോൺ എന്ന് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ചിത്രമുണ്ട്. ആ ചിത്രവും ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ബിസ്ക്കറ്റിൽ പതിച്ചിരിക്കുന്ന ഇത്തരം സിംബലുമായിട്ട് വളരെയധികം സാമ്യത ഉള്ളതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് കൂടാതെ പിരമിഡിന്റെ മാതൃകയിൽ ഏകദേശം വളരെയധികം സാമ്യത നിറഞ്ഞു നിൽക്കുന്ന ഒരു രൂപകൽപ്പന തന്നെയാണ് ഇത്തരത്തിൽ പതുക്കി വെച്ചിരിക്കുന്നത്. ഇതൊന്നും കൂടാതെ ഇലുമിനാറ്റി എന്ന് പറയുന്ന ഭീകര സംഘടന, ഇത്തരത്തിലുള്ള രഹസ്യ സംഘടനകളെല്ലാം ഒത്തുചേരുന്ന ഒരു പിരമിഡ് ഷേപ്പ് ഉണ്ട്. അത് നമുക്ക് ഇന്റർനെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ സിംബോളിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകും. ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ആണോ എന്നുള്ളതും ഇത് പല സംശയങ്ങളും പലരും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതിന്റെ സർക്കിളുമായിട്ട് ബന്ധപ്പെടുത്തി ചില കാര്യങ്ങൾ പറയുന്നത് ഏകദേശം 90ഓളം ഡോട്ട് മാർക്സ്, അതായത് മാർക്കിങ്ങുകളാണ് ഇതിന്റെ സൈഡ് ഭാഗങ്ങളിലൊക്കെ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഏകദേശം ഓറോബോൾസ് എന്ന് പറയുന്ന ഒരു സിംബലും ഇതുമായിട്ടൊക്കെ വളരെയധികം സാമ്യത ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അതിന്റെ ഈ സർക്കിൾ ഭാഗം ഒരു പാമ്പിനെ ആയിട്ട് പ്രതിനിധീകരിച്ച് നടുവിൽ വരുന്ന ഈ ലെവിയാത്തൻ ക്രോസിനെയൊക്കെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരുപാട് രഹസ്യ കാര്യങ്ങൾ ഇങ്ങനെ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. ഇതിൽ കൊടുത്തിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 12 ഫ്ലവേഴ്സ് ആണ് ഈ ഒരു ഇതിൻ്റെ അകത്ത് മൊത്തം നിറച്ച് നിർത്തിയിരിക്കുന്നത്. 12 ഫ്ലവേഴ്സ്, അതുകൂടാതെ 12 ഡാഷ് മാർക്കുകൾ, 12 ഡോട്ട് മാർക്കുകൾ, ഇതെല്ലാം ചേർത്ത് വെച്ചിട്ട് ഏകദേശം 36 എന്ന് പറയുന്ന ഒരു നമ്പറിലേക്ക് എത്തിക്കുന്നുണ്ട്. ഈ 12 എന്ന് പറയുന്ന ഈ നമ്പറിനെ നമ്മൾ പകുതിയാക്കി, അതായത് ഈ ബിസ്ക്കറ്റിന്റെ പകുതി ഭാഗം എടുത്താൽ ആദ്യത്തെ പകുതിയിൽ വരുന്നത് 666ഉം 2ാം പകുതിയിൽ വരുന്നതും 666ഉം ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ആദ്യത്തെ ഓരിയോ ബിസ്ക്കറ്റ് സോൾഡ്, അതായത് സെയിൽ ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നത് മാർച്ച് 6 എന്ന് പറയുന്ന തീയതിയിൽ 1912ലാണ്. അതായത് മാർച്ച് 6, അതായത് ആ മാർച്ച് 6 എന്ന് പറയുന്ന നമ്പർ ഓർത്ത് വെക്കുക. ഇനി ആ ട്രയാങ്കിൾസിന്റെ എണ്ണം എടുത്ത് അത് അവസാനിക്കുന്നത് 56 എന്നുള്ള നമ്പറിലാണ്. ഇനിയിപ്പോൾ ഈ 12 ഫ്ലവേഴ്സ്, 12 ഡോട്ട് മാർക്സ്, 12 ഫ്ലവേഴ്സ്, ഇതിന്റെ എല്ലാം കൂട്ടി വരുമ്പോൾ 36 എന്ന നമ്പറാണ്. അപ്പം എല്ലാം അവസാനിക്കുന്നതും തുടങ്ങുന്ന എല്ലാത്തിലും ഒരു 6ന്റെ ഒരു എന്തോ ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു 6 കടന്ന് വരുന്നുണ്ട്.
ഓരിയോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ താഴെയായിട്ട് കാണിച്ചിരിക്കുന്ന ഒരു സിമ്പിള് അത് ഏകദേശം മൊസോണിക് സിമ്പിൾ, അതായത് ഈ ഇലുമിനാറ്റി പോലുള്ള സംഘടനകൾ ഉപയോഗിക്കുന്ന മൊസോണിക് എന്ന് പറയുന്ന സിമ്പിളുമായിട്ട് അതായത് പൈശാചിക ഒരു സിമ്പിൾ തന്നെയാണ്. ഈ ഒരു സിമ്പിളുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആണ് എന്നുള്ള ഒരു കാര്യങ്ങൾ കൂടെ ചില ആളുകൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. കോഷർ സർട്ടിഫിക്കേഷൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് വിദേശ രാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി സർട്ടിഫിക്കേഷനാണ് ഈ കോഷർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഏറ്റവും നല്ല രീതിയിലുള്ള പ്രൊഡക്റ്റുകൾക്ക്, അതായത് യഹൂദ ബൈബിളിൽ ലേവ്യരുടെ പുസ്തകം 11-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെല്ലാം പാലിക്കപ്പെട്ട് നടത്തുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കേഷനാണ് കോഷർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അത്തരം സർട്ടിഫിക്കേഷൻ അമേരിക്കയിലെ എല്ലാ കമ്പനികൾക്കും ലഭിക്കുമ്പോൾ തന്നെയും ഓരിയോ എന്ന് പറയുന്ന കമ്പനിക്ക് ഇത് ലഭിച്ചിരുന്നില്ല. അതിന് പ്രധാനമായിട്ടും അവർ കണ്ടെത്തിയത് പന്നിയുടെ നെയ്യ് ഈ ക്രീം എന്ന് പറയുന്ന ഈ ക്രീമിൽ ഉൾപ്പെടുത്തി, അല്ലെങ്കിൽ ആ ക്രീമിൽ അവർ കണ്ടെത്തി എന്നുള്ളത് കൊണ്ട് തന്നെയായിരുന്നു. പ്രതിവർഷം 40 ബില്യണിലധികമാണ് ഓരിയോ ബിസ്ക്കറ്റ് രാജ്യത്ത് ഓരോ രോഗം മുഴുവനുമായിട്ട് സപ്ലൈ ചെയ്യപ്പെടുന്നത്. എന്നാൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കരങ്ങളെല്ലാം സാത്താന്റെ ആണോ എന്നുള്ളത് ഇന്നും പലർക്കും അപ്രാപ്യമായ അല്ലെങ്കിൽ അജ്ഞാതമായിട്ടൊരു കാര്യം തന്നെയാണ്. ലോകത്തിൽ ഏറ്റവും അധികം ആളുകൾക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കുക്കി എന്ന് പറയുന്ന ലേബലിലും ഓരിയോ ഇന്ന് വളരെയധികം മുൻപന്തിയിലാണ്. 1912 മാർച്ച് 6-ാം തീയതി ആരംഭിച്ച തങ്ങളുടെ ഓരിയോ കുക്കിയുടെ യാത്ര 1997 എത്തുമ്പോഴാണ് കോഷർ സർട്ടിഫിക്കറ്റ് അവർ കരസ്ഥമാക്കുവാൻ ഇടയായത്. ഇതെല്ലാം നമ്മളിപ്പോൾ മുമ്പോട്ട് വയ്ക്കുമ്പോൾ പോലും, ഇതെല്ലാം ഒരു വശം നടക്കുമ്പോൾ പോലും, സയന്റിഫിക് ആയിട്ട് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞ ആ വെളുത്ത എലിയുടെ കഥ നിങ്ങൾ മാത്രം എടുത്താൽ തന്നെയും അതിൻ്റെ അകത്ത് ഒളിഞ്ഞു കിടക്കുന്ന രഹസ്യം വളരെ വലുതാണ്. 2 ചോക്ലേറ്റ് ബിസ്ക്കറ്റുകൾക്കിടയിൽ നിറച്ചിരിക്കുന്ന ആ മിൽക്കി പ്രോഡക്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ മിൽക്കി ക്രീമിന്റെ ഉള്ളിൽ ഒരു ഡയറി പ്രോഡക്റ്റിന്റെ അംശം പോലും നമുക്ക് കണ്ടെത്തുവാൻ കഴിയില്ല. അത് ഉപയോഗിച്ചിരിക്കുന്നത് പാൻ ഓയിലും അതുകൂടാതെ ഷുഗറും മാത്രമാണ്. എന്നാൽ ഈ ഷുഗറിനൊരു പ്രത്യേകതയുണ്ട്. അതായത് ഹൈ ഫാറ്റ് ഓഫ് കോൺ സിറപ്പാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഈ കോൺ സിറപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചസാര എത്രയൊക്കെ പൊടിച്ചെന്ന് പറഞ്ഞാലും അതിലുണ്ടാകുന്ന തരി ഒരിക്കലും മാറില്ല. ഈ തരി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഈ കമ്പനി ഉപയോഗിച്ചിരിക്കുന്നത് ഹൈ ഫാക്ടോസ് കോൺ സിറപ്പ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ്. ന്യൂട്രീഷൻ വാല്യൂസ് ഒട്ടും ഇല്ലാത്ത ഇത്തരം പ്രൊഡക്റ്റുകൾ, ഇത്തരം കുക്കീസുകളൊക്കെ നിറയ്ക്കുന്നത് വഴി ഇതിനടിമപ്പെട്ടു പോകുന്ന നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യസ്ഥിതി എന്താണ് എന്നുള്ളത് ഭാവി ജീവിതത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഓരോ മാതാപിതാക്കൾക്കും ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മളുടെ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഇത് കഴിക്കുന്നത് വഴി വളരെയധികം മുന്നിലേക്ക് വരികയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് പൊണ്ണത്തടി പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഭാവി ജീവിതത്തിലേക്ക് ഉണ്ടായെന്നിരിക്കാം. ഷുഗർ എന്ന് പറയുന്ന രോഗം ഇന്ന് ഏറ്റവും അധികം ലോകത്തിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗം തന്നെയാണ് ഷുഗർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഇപ്പോൾ ടൈപ്പ് 2 ടൈപ്പ് ഡയബറ്റീസ് എന്ന് പറയുന്ന അസുഖങ്ങളിലേക്കൊക്കെ നമ്മളുടെ കുഞ്ഞുങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ വന്ന് വീഴാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് പോലുള്ള പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രാസവസ്തുക്കൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരിക്കലും ആരോഗ്യത്തിന് നല്ലതല്ല എന്നുള്ളത് പല പഠനങ്ങളിലും തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് നൽകുമ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തിയാൽ പോലും ഈ ഒരു വസ്തുത മാത്രം എടുത്താൽ മനസ്സിലാകും ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇനി ഓരിയോയുടെ ഒരു പാക്കറ്റ് നമ്മൾ പൊട്ടിച്ച് നോക്കിയാൽ അതിൻ്റെ അകത്ത് നമുക്ക് എത്രയൊക്കെ ബിസ്ക്കറ്റ് നമുക്ക് കഴിക്കാൻ പറ്റും ഒരേ സമയം? 1, 2, 3, ചിലപ്പോൾ 5, 10 കഴിക്കുന്ന കുട്ടികൾ വരെയുണ്ട്. എന്നാൽ അതിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഒരേ സമയം 2 ബിസ്ക്കറ്റിലധികം കഴിക്കരുത് എന്നുള്ള പ്രത്യേക ഒരു നിബന്ധന അതിനകത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. 2, 3 അതിലധികം കഴിക്കരുത്. കാരണം അതിലധികം കഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് പ്രത്യേകം അവർ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യം അത് പാലിക്കാതെ നമ്മൾ കഴിക്കുമ്പോൾ തന്നെ ഇതിൽ ആരോഗ്യ പ്രശ്നങ്ങൾ എത്രത്തോളം ദൂഷ്യവശങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് 2 ബിസ്ക്കറ്റിൽ അടങ്ങിയിരിക്കുന്ന ഏകദേശം 87 സംതിങ് കലോറീസ് ആണ്. ഈ 87ലധികം കലോറീസ് നമ്മൾ അത് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഏകദേശം 1 കിലോമീറ്ററോളം നമ്മൾ നടന്നാലാണ് ഇതിൽ നമുക്ക് ബേൺ ചെയ്യാൻ സാധിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരേ സമയം നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത് എത്ര അധികമായിട്ടാണ് കഴിക്കുന്നത്. ഇത് കഴിക്കുന്നത് വഴി ആരോഗ്യ പ്രശ്നങ്ങൾ ഒരേ സമയം കുറയുകയാണോ കൂടുകയാണ്. ഇനി 2, 3, 4 കഴിച്ചാൽ തന്നെയും നമ്മളുടെ വിശപ്പ് എവിടെയെങ്കിലും എത്തിച്ചേരാൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇല്ല. അതുകൊണ്ട് തന്നെ സയൻസ് നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ഇതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയ ഒരു വിപത്തെന്ന് പറയുന്നത് ഭാവി ജീവിതത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടാം എന്നുള്ളതാണ്. നമ്മളുടെ മക്കൾ നമ്മളുടെ
കൺമുമ്പിൽ തന്നെ മഹാരോഗിയായി തീരുന്നത് കണ്ടു നിൽക്കേണ്ടി വരുന്ന മാതാപിതാക്കളുടെ അവസ്ഥ എത്രയോ ദയനീയമായിരിക്കും. അതുകൊണ്ട് തന്നെ സ്വന്തം ബുദ്ധിയിൽ ചിന്തിച്ചിട്ട് തന്നെ ഇത്തരത്തിലുള്ള ഫുഡ് പ്രോഡക്ട്സുകൾ നമ്മൾ ഒഴിവാക്കുക. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ സാത്താൻ വർഷിപ്പ് പോലുള്ള ഇലുമിനാറ്റി പോലുള്ള ഭീകര സംഘടനകൾ, ഈ രഹസ്യ സംഘടനകൾ ഇത്തരത്തിലുള്ള ഫുഡ് പ്രോഡക്ട്സിലാണെങ്കിലും വസ്ത്രങ്ങളിലാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു പ്രോഡക്ട്സിലും ഇത്തരത്തിൽ ഹിഡൻ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ട് നമ്മളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നുണ്ട്. പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ ഇതൊന്നും നമ്മളുടെ കണ്ണുകൾക്ക് കാണുവാൻ സാധിക്കുന്നില്ല. എന്നാൽ കണ്ടാൽ തന്നെയും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലാണ് ഇതിൻ്റെ നിർമ്മാണ ശൈലികളെല്ലാം ഉള്ളത്. പെട്ടെന്ന് നോക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഇതിലൊക്കെ എന്തിരിക്കുന്നു എന്ന് തോന്നാം. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഒന്നുമില്ല എങ്കിൽ ഇത്തരം ആളുകൾ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മളുടെ കുഞ്ഞുങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത വ്യക്തികൾക്കോ ഒക്കെ ഇതൊക്കെ പങ്കുവെച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് വളരെയധികം ചിന്തിച്ചതിന് ശേഷം മാത്രം ഒരു നിഗമനത്തിൽ എത്തിച്ചേരുക. പ്രത്യേകിച്ച് നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നത് ഒരു ഫുഡ് പോയിസൺ ആയി തീരരുത്. ഭാവി കാർന്ന് നമ്മളുടെ മക്കളെ തിന്നുന്ന ഭാവി ജീവിതത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും ഒരു വിപത്തുണ്ടാക്കുന്ന, ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഇത്തരം കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരിയോ എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിന് പിന്നിൽ ഒളിച്ചു നിൽക്കുന്നത് മറ്റേതെങ്കിലും സംഘടനകളാണോ അല്ലെങ്കിൽ ഇതിന് പിന്നിൽ പിശാച് തന്നെയാണോ എന്നുള്ളത് തീർത്തും അപ്രാപ്യമായ അല്ലെങ്കിൽ അത് രഹസ്യമായിട്ട് നിലനിൽക്കുന്ന ഒരു സംഭവം തന്നെയാണ്. എന്തു തന്നെ ആയിരുന്നാലും ഒരു ബിസ്ക്കറ്റിൽ ഇത്രയധികം ചിഹ്നങ്ങൾ ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്നത് ഏതൊരാൾക്കും സംശയങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. 2014 ഈ ജൂയിഷ് യൂസർ പങ്കുവച്ച ഇത്തരം വസ്തുതകളെല്ലാം തന്നെയും ഒരു സാധാരണ മനുഷ്യനെ വളരെയധികം ചിന്തയിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. എങ്കിൽ പോലും നമ്മളുടെ കുട്ടികൾക്ക് പല രാജ്യങ്ങളിലും ഓരിയോ ബിസ്ക്കറ്റ് സ്കൂൾ തലത്തിലോ അല്ലെങ്കിൽ മറ്റു രീതിയിലൊക്കെ ഫ്രീ ആയിട്ട് സപ്ലൈ ചെയ്യുന്ന ഒരു രീതിയും കൂടെ കണ്ടുവരുന്നുണ്ട്. നമ്മളുടെ കുഞ്ഞുങ്ങളെ ഒരു ഗിനിപ്പന്നിയായി മാറ്റാതെ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അവരുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അതല്ലാതെ അനാരോഗ്യത്തിലേക്കും അവരെ രോഗിയിലേക്കും തള്ളിയിടുന്ന വിധത്തിലാകരുത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് സെലക്ട് ചെയ്താലും വളരെയധികം ശ്രദ്ധയോടെ മുന്നോട്ട് നീങ്ങുവാൻ ശ്രദ്ധിക്കുക. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.